ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ കണി കണ്ടതിന് ശേഷമുള്ള വിഷു പരിപാടികളൊക്കെ ഞങ്ങൾ ആരംഭിച്ചു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ സ്കൈ ഷോട്ട് നട തുടങ്ങിയത് എന്തോ ഒരു രസമായിരുന്നു അറിയാം. എന്നാലും ആകാശ വിസ്മയം എന്ന് പറയില്ല, അതേപോലെ ആയിരുന്നു കേട്ടോ. നമ്മൾ പൂരത്തിനൊക്കെ ഇത് കണ്ടുള്ളൂ കേട്ടോ, പക്ഷെ ഇത് വീട്ടിൽ വെച്ച് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അത്രയും മനോഹരമായിരുന്നു. ഞങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. വീണ്ടും വീണ്ടും കാണാവുന്ന ഒരു സംഭവം കേട്ടോ. അങ്ങനെ വലിയവരുടെ പടക്ക പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ചെറിയ കമ്പിത്തിരി പൂത്തിരി കൊണ്ടൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എണീക്കുന്നത് ദാ ഈ ഒരു സൗണ്ട് കേട്ടാണ് കേട്ടോ. അവിടെയുള്ള ചെറിയ ചെറിയ പീക്കിരി കുട്ടികൾ കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാ പ്രാവശ്യം ഇവർ കണി കൊണ്ട് മാത്രമാണ് വരല്. ഇപ്രാവശ്യം നല്ല ബാൻഡ് മേളൊക്കെ ഇട്ട ആൾക്കാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കയറണമെന്നില്ല, റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ അവിടേക്ക് ഇറങ്ങി നിന്ന് അവർക്ക് എന്തെങ്കിലും വിഷ് കൈനീട്ടം കൊടുക്കുകയാണെങ്കിൽ അതിൽ കണ്ണനെ കണ്ട വിഷ് കൈനീട്ടം കൊടുക്കും. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അവർ കൊട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാവരും അത് കണ്ടുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു എല്ലാവരും. കാരണം കുട്ടികളാണെങ്കിലും അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം, അവർക്കത് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും കൈനീട്ടം കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയിട്ട് കുഞ്ഞുട്ടൻ നല്ല മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായി മാൾട്ടി ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഒരുങ്ങിയിട്ടോ. ഇപ്പോൾ അമ്പലത്തിലെത്തിയപ്പോൾ വല്ലാതെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ നല്ല തിരക്ക് വന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കൈനീട്ടൊക്കെ കിട്ടി, എല്ലാവർക്കും പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം കിട്ടിയിട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഐശ്വര്യം ഇതിലാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ബാക്കി കുറച്ച് പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. അത് മാൾട്ടി അടിച്ച് പൊളിച്ചൊന്ന് പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പടക്കം പൊട്ടിക്കാൻ, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി, ഞങ്ങൾ ചെറിയ സദ്യയാണ് കേട്ടോ, ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു അടിച്ച് പൊളിച്ചു കേട്ടോ.